മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന വിവരം പറഞ്ഞ് കോഴിക്കോട് നൈനാമ്പളപ്പുകാർ വളരെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. ഈ ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ ആ സന്തോഷ വാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് നൈനാമ്പളപ്പിലുള്ള ആളുകളുള്ളത്. കാരണം നൈനാമ്പളപ്പിൻ്റെ ഫുട്ബോൾ പ്രേമം ലോകമെങ്ങും അറിഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും മെസ്സി വരുന്നു. എനിക്കൊപ്പം അർജന്റീന ടീം ഫാൻ മാത്രമല്ല മറ്റ് ടീമുകളുണ്ട്. എന്താ സുബൈറൊക്കെ പറയാനുള്ളത്? ആദ്യമായി ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും നൈനാമ്പളപ്പിൻ്റെ ഈദ് മുബാറക്ക് സന്ദേശം നൽകുകയാണ്. രണ്ടാമത്തത്, നൈനാമ്പളപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മന്ത്രി ഇത് രാത്രി ഫേസ്ബുക്കിലിടുകയും ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി വിയിലൂടെ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ നമ്മുടെ പെരുന്നാൾ തന്നെ അതിൻ്റെ ലെവൽ മാറി. വലിയ പെരുന്നാൾ എന്നുള്ള വലിയ പെരുന്നാളായി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ടി വി കമ്പനിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെ, പ്രത്യേകിച്ച് കായിക മന്ത്രിനെയും ഈ സന്ദർഭത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അർജൻറ്റീനയും മെസ്സിയും കേരളത്തിലെത്തും, കളിക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ നിമിഷം എന്ന് എവിടെ വെച്ച് കളിയെന്നുള്ളത് മാത്രം, ആ ദിനം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എണ്ണിക്കാണ് ഇനി നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ. ഫുൾ സെറ്റല്ലേ? തീർച്ചയായിട്ടും സെറ്റാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ടീം ഇന്ത്യയെ കളിക്കും എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അത് നമ്മൾ കൊച്ചിയിലാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ മൊത്തം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു എനർജിയാണത്, ഒരു ഭാവിയാണത്. അതുകൊണ്ട് മെസ്സി ഇവിടെ എത്തുമെന്ന് പറഞ്ഞത് റിപ്പോർട്ടർ ടി വിയാണ്. അതുകൊണ്ട് 100% നമുക്ക് വിശ്വാസമുണ്ട്. റിപ്പോർട്ടർ ടി വി അതിന് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ് കൊണ്ടുവരുന്നുള്ളത്. ഇതിൽ മെസ്സി ആരാധകരാരാളെ? ഏതാ ടീം? പോർച്ചുഗൽ. ഇപ്പോഴെല്ലാവരും മെസ്സി ആരാധകരാണ്. മെസ്സിയായി. എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ വരാൻ ഇതാ ഒരു മെസ്സി പിടിച്ചോണ്ട് എന്ത് പറ്റി? മെസ്സി വരാൻ വേണ്ടി പോവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മൾ മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ഈ വാർത്ത. ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ വേറെ ടീമാണോ? വേറെ ടീം, ഒക്കെ കള്ളന്മാരുടെ ടീമാണ്. പള്ളിയിൽ പൈസ ഇട്ടിക്കാണ് മെസ്സി ഇവിടെ വരാൻ വേണ്ടിട്ട്. നേർച്ചയിട്ടോ? നേർച്ചയിട്ട് ഇന്നലെ 100 രൂപ ഇട്ടിക്ക് നമ്മളെ സെയിന്റ് അള്ളിയില്. പഠിച്ചോരെ എന്റെ മെസ്സി ഇവിടെ വരുന്നത്. പ്രാർത്ഥന കേട്ട നിങ്ങളേതാ ടീം? നമ്മള് പോർച്ചുഗൽ. എന്നാലും മെസ്സി കാണണ്ടേ? പിന്നെ പ്രത്യേകിച്ച് ടീമൊന്നുമില്ല, 10-14 ടീമുള്ള ആളാണ്. സാഹചര്യത്തിന് കാല് മാറുന്ന ആളാണ്. അങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ അർജന്റീന അല്ല, നമ്മള് പോർച്ചുഗൽ തന്നെയാണ്. ബുദ്ധിയില്ലാത്ത കാലത്ത് ഇംഗ്ലണ്ട് ആയിരുന്നു. ഇപ്പൊ നമ്മള് പോർച്ചുഗലാണ്. നേരത്തെ പറഞ്ഞു അർജന്റീന ഇപ്പോൾ എല്ലാവരും മെസ്സിൻ്റെ ആരാധകരാണ്. ഇപ്പോൾ നമുക്ക് ടീമൊക്കെ മറന്ന് മെസ്സി എങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മളെ കേരള ഫുട്ബോളിനെ, ഇന്ത്യൻ ഫുട്ബോളിനൊക്കെയാണ് ഉണർത്തണം തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊച്ചിയിലോ ഇനി കോഴിക്കോടായാലും നമ്മൾ കോഴിക്കോടായാലും സന്തോഷമായി. ഇനിയിപ്പോൾ ടീമില്ലേ നമ്മൾ ടീം ഒപ്പിച്ചു കൊടുക്കും. നൈനാമ്പളപ്പിന് ടീം പോകും. ഒപ്പിച്ചു കൊടുക്കും. എന്നാലും ഒരു വന്നെത്തിയാൽ മതി മെസ്സി. ഏതായാലും പല ടീമിൻ്റെ ആരാധകരുണ്ട്. ഇദ്ദേഹം ബ്രസീലായിരുന്നു അല്ലേ? ബ്രസീലിലായിരുന്നു. ഇപ്പം അർജന്റീനയ്ക്കൊപ്പം കയറിയിരിക്കുന്നു. മെസ്സിയുടെ ആരാധനയായി മാറിയിരിക്കുന്നു. നൈനാമ്പളപ്പ് ഒറ്റക്കെട്ടായി മെസ്സിക്കൊപ്പം ചേരാൻ വേണ്ടി പോവുകയാണ്. മെസ്സി വരുന്ന ദിനങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു നൈനാമ്പളപ്പുകാർ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.